സ്വന്തം നിലപാട് ഉറപ്പിക്കുന്ന കാര്യത്തിൽ, ഭദ്രമാക്കുന്ന കാര്യത്തിൽ നമ്മൾ എവിടെയാണ്? മുസ്ലിം നാമധാരികളായിക്കൊണ്ട് മുസ്ലിമീങ്ങളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന നമ്മിൽ എത്ര ആളുകൾക്ക് നമ്മുടെ ദീനിന്റെ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ താൻ ശരിക്കും മനസ്സിലാക്കിയ, ഉറപ്പിച്ച് മനസ്സിലാക്കിയ ആദർശത്തിന്റെ കാര്യത്തിൽ ആ ഒരു കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ, അതിൽ യാതൊരു മാറ്റവ്യത്യാസവും ഇല്ലാതെ അതിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് എത്ര ആളുകൾക്ക് സാധിക്കുന്നുണ്ട് എന്നത് ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. പലപ്പോഴും നമ്മൾ വളരെ ചെറിയ നിസ്സാരമായ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറാകുന്നത്. ചില ആളുകൾ പറയും, എന്തിനാണ് വെറുതെ ആളുകളെ പ്രയാസപ്പെടുത്തുന്നത്, എന്തിനാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, എന്തിനാണ് ഐക്യത്തെ തകർക്കുന്നത്, പരസ്പരം ഇണങ്ങാൻ വേണ്ടി, പരസ്പരം ഒരുമിച്ച് കൂടാൻ വേണ്ടി എന്നൊക്കെ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് തെറ്റിന്റെ പേരിൽ ഒരുമിച്ച് കൂടാൻ, ഐക്യമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് പ്രിയപ്പെട്ടവരെ ശരിയായ നിലപാട് അല്ല എന്നുള്ളതാണ്. സത്യത്തിന്റെ എതിരാളികളായ ആളുകളെ കൂടെ ഒരു ഐക്യം, ഒരു ഇണക്കം മുസ്ലിമീങ്ങൾക്കില്ല. ആ വിഷയത്തിൽ ഒരു വേർതിരിവ് കാണിക്കേണ്ടതുണ്ട് എന്നതാണ്. അവിടെ നമ്മുടെ നിലപാട് നമ്മൾ ബോധ്യപ്പെടുത്തണം എന്നുള്ളതാണ്. അതിൽ യാതൊരു മാറ്റവ്യത്യാസവും ഏറ്റക്കുറവും വിശ്വാസികൾക്ക് ഉണ്ടാവരുത് എന്നാണ് ഇസ്ലാമിക ചരിത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ വലിയ രണ്ട് ആഘോഷം എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കപ്പെടുന്ന രണ്ട് ആഘോഷങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ഓണം എന്ന് പറയുന്ന അമുസ്ലിമീങ്ങളായ ആളുകളുടെ മതവുമായി ബന്ധപ്പെട്ട, ഇന്ന് കേരളീയ ആഘോഷമാണെന്നൊക്കെ വിശേഷിപ്പിച്ചാലും അമുസ്ലിമീങ്ങളായ ആളുകൾ തന്നെ വാദിക്കുന്നത് പോലെ, ബോധ്യപ്പെടുത്തുന്നത് പോലെ അവരുടെ മതവുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷമാണ് ഓണം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായി ഒന്നും പറയാനോ ഒന്നും നിൽക്കുന്നില്ല. അത് അവരുടെ ആഘോഷമാണ്, അവർക്കതാവാം. പക്ഷെ പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങളായ ആളുകൾക്ക് ഇതിലൊരു നിലപാടുണ്ടാവേണ്ടതുണ്ട്. ഓണത്തിന്റെ സദ്യ വിളമ്പുമ്പോൾ, ഓണത്തിന്റെ ഭക്ഷണം നൽകുമ്പോൾ അമുസ്ലിമീങ്ങളായ ആളുകളെ വീട്ടിൽ നിന്ന് ഒരുപക്ഷെ നല്ല സ്നേഹത്തോടു കൂടി തന്നെ അതിന്റെ ഭക്ഷണങ്ങൾ വരുമ്പോൾ, അതുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മിലേക്ക് എത്തുമ്പോൾ അത് കൈ നീട്ടി സ്വീകരിക്കുന്ന ആ രൂപത്തിലൊരു സഹകരണം പ്രിയപ്പെട്ടവർ നമ്മുടെ ദീനിലില്ല. അങ്ങനെ ഒരു മത സൗഹാർദ്ദം നമ്മുടെ ഇസ്ലാമിൽ ഇല്ല. മറിച്ച് മനുഷ്യ സൗഹാർദ്ദം മാത്രമാണ് ഇസ്ലാമിലുള്ളത്. അവിടെ കൃത്യമായി നമ്മുടെ നിലപാട് നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. രണ്ടാമത്തെ ഒരു ആഘോഷം എന്ന് പറയുന്നത്, കഴിഞ്ഞ ഖുതുബകളിലൂടെയൊക്കെ നമ്മൾ അതിന്റെ എല്ലാ അപകടങ്ങളും ശരിയായ ഇസ്ലാമിക വശങ്ങളൊക്കെ മനസ്സിലാക്കിയ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹപ്രകടനം എന്ന് പറഞ്ഞുകൊണ്ട്, പ്രവാചകന്റെ ജന്മദിനാഘോഷം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത, അള്ളാഹിന്റെ റസൂലിനെ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് അങ്ങേയറ്റം സ്നേഹിച്ച ആ സഹാബത്ത്, സ്വന്തം ജീവൻ പോലും അള്ളാഹിന്റെ റസൂലിന് വേണ്ടി സമർപ്പിക്കാനുള്ള എല്ലാ ത്യാഗവും സന്നദ്ധതയും കാണിച്ച സഹാബത്ത്, ആ സഹാബത്ത് താനും തന്നെ നിർവഹിക്കാത്ത നബിദിനാഘോഷം എന്ന് പേര് പറഞ്ഞുകൊണ്ടുള്ള ഒരു ആഘോഷമാണ് ഇവിടെ നടക്കുന്നത്. അതിന്റെ പേരിൽ തങ്ങളുടെ പള്ളികളെ ക്രിസ്ത്യാനികളുടെ ചർച്ചാണ് എന്ന് തോന്നുന്ന രൂപത്തിൽ, അത്രത്തോളം അതിനേക്കാളും ഉപരിയായിക്കൊണ്ട് അതിനെ വർണ്ണിച്ച് അലങ്കരിച്ച് ആ രൂപത്തിൽ ഡെക്കറേഷനുകൾ കൊണ്ട് പൊതിഞ്ഞു മൂടുന്ന സാഹചര്യമാണ് നമുക്ക് പള്ളികളിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പായസങ്ങളും മധുര പലഹാരങ്ങളും വിളമ്പിക്കൊണ്ട് റോഡ് മുഴുവനും ബ്ലോക്ക് ചെയ്ത് ആളുകളെ പ്രയാസപ്പെടുത്തിക്കൊണ്ട്, ഒരു റോട്ടിൽ നിന്ന്, വഴിയിൽ നിന്ന് ഒരു മാലിന്യം എടുത്തു മാറ്റുന്നത് പോലും ഇസ്ലാമിന്റെ ഈമാനിന്റെ ഭാഗമാണെന്ന് പഠിപ്പിച്ച, ആ ഭാഗമാണെന്ന് പഠിപ്പിച്ച അള്ളാഹിന്റെ റസൂലിന്റെ കൽപ്പനകളെ കാറ്റിൽ പരത്തിക്കൊണ്ടാണ് ഇത്തരം ആഘോഷങ്ങൾ നടത്തുന്നത്. അതിന്റെ പേരിൽ മുദ്രാവാക്യം വിളിച്ച് കൊടി പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അള്ളാഹിന്റെ റസൂലിനോടുള്ള സ്നേഹമാണെന്ന് പറഞ്ഞ് അത് ആഘോഷിക്കാത്ത ആളുകൾക്ക് അള്ളാഹിന്റെ റസൂലിനോടുള്ള സ്നേഹമില്ലാത്തവരാണ്, പ്രവാചകനെ സാധാരണ മനുഷ്യരാണെന്ന് പറയുന്നവരാണെന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വലിയ അർത്ഥത്തിലാണ്, വലിയ പ്രവാചകനുള്ള സ്നേഹത്തിന്റെ വലിയ ഉദാത്തമായ മാതൃകയായിട്ടാണ് ഇത് ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതിൽ യാതൊരു തെളിവുമില്ല എന്നുള്ളത് നമ്മൾ പഠിച്ചവരാണ്. അള്ളാഹിന്റെ റസൂലിനെ അങ്ങേയറ്റം സ്നേഹിച്ച സ്വഹാബത്തിന്റെ നിരവധി ചരിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. മാലിക് ബനു ദീനാർ എന്ന് പറയുന്ന ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഉഹുദിന്റെ രണഭൂമിയിൽ വെച്ച് ആ പ്രിയപ്പെട്ട സ്ത്രീയുടെ തന്റെ സ്വന്തം ഭർത്താവ് മരിച്ചുപോയി, സ്വന്തം സഹോദരൻ മരിച്ചുപോയി, തന്റെ സ്വന്തം കുടുംബത്തിൽപ്പെട്ട 2-3 ആളുകൾ മരിച്ചു പിടഞ്ഞു വീണു എന്നാണ് ഉഹുദിന്റെ രണഭൂമിയിൽ വെച്ച്. എന്നിട്ട് ആ സ്ത്രീ അത്രയും തന്റെ പ്രിയപ്പെട്ട ഭർത്താവും തന്റെ സഹോദരൻ അതുപോലെ തന്നെ അവരുടെ പിതാവും 3 ആളുകൾ മരിച്ചുപോയി എന്നാണ്. എന്നിട്ടോ ആ സ്ത്രീയുടെ ചോദ്യം എന്താണ്? എന്റെ റസൂൽ എവിടെ എന്നാണ്, എന്റെ റസൂലിന് എന്ത് സംഭവിച്ചു എന്നാണ്. മറ്റുള്ള സഹാബത്ത് പറഞ്ഞു, നിങ്ങളുടെ ഉപ്പ മരിച്ചു പോയിട്ടുണ്ട്, നിങ്ങളുടെ ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ട്, സഹോദരൻ മരിച്ചു പോയിട്ടുണ്ട്. ആ സ്ത്രീക്ക് അതൊന്നും വലിയ പ്രശ്നമായില്ല എന്നാണ്. സങ്കടമുണ്ടാവും സ്വാഭാവികമായി, എന്നാൽ അതിനെ വലിയ കാര്യമാക്കിയില്ല എന്നാണ്. ആ സ്ത്രീ ചോദിക്കുന്നത്, എന്റെ റസൂൽ എവിടെ, എന്റെ റസൂലിന് എന്തെങ്കിലും സംഭവിച്ചോ? സഹാബത്ത് പറഞ്ഞു, ഒന്നുമില്ല, അള്ളാന്റെ റസൂൽ ഷഹീദായിട്ടില്ല, പ്രവാചകൻ മരിച്ചു പോയിട്ടില്ല, പ്രവാചകൻ ജീവനോടെ ഉണ്ട്, ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അവര് വീണ്ടും പറഞ്ഞു, എന്റെ റസൂലിനെ എനിക്കൊന്ന് കാണണം, ഒന്ന് കാണിച്ചു തരൂ. അങ്ങനെ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ചു എന്നാണ്. പ്രവാചകനെ കണ്ടപ്പോൾ ആ സ്ത്രീ പറയുന്ന ഒരു മറുപടി ഉണ്ട് പ്രിയപ്പെട്ടവരെ. ആ സ്ത്രീ പറഞ്ഞു, വല്ലാഹി കുല്ലു മുസീബത്തിൻ ബഅദക ജലൽ എന്നാണ്. അവര് പറയാണ്, നിങ്ങൾക്ക് ശേഷം അള്ളാന്റെ റസൂലെ, നിങ്ങളെ കൂടാതെയുള്ള എന്തൊരു മുസീബത്തായാലും, പ്രവാചകന്റെ മുസീബത്തായി, പ്രവാചകന്റെ മരണം പോലെയുള്ള ഒരു പ്രവാചകന് ഒരു പ്രയാസം ഉണ്ടാകുന്ന എന്തിനപ്പുറമുള്ള മറ്റെന്തൊരു മുസീബത്തായാലും
അത് സ്വന്തം ഉപ്പ മരിച്ചു എന്ന് പറയുന്ന മുസീബത്തായാലും, സ്വന്തം ഭർത്താവ് മരിച്ചു എന്നുള്ള മുസീബത്തായാലും, സ്വന്തം കുടുംബക്കാർ മരിച്ചു പിടഞ്ഞു വീണു എന്ന മുസീബത്തായാലും, അള്ളാഹുവിന്റെ റസൂലിന് ശേഷമുള്ള ഇത്തരം മുസീബത്തുകളെല്ലാം ജലൽ, അത് വളരെ നിസ്സാരമാണ് എന്നാണ് അവർ പറഞ്ഞത്. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല എന്നാണ്. എന്റെ റസൂൽ ജീവനോടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ സമാധാനപ്പെട്ടു എന്നാണ് ആ ചരിത്രം പറയുന്നത്. അങ്ങനെ അള്ളാഹിന്റെ റസൂലിനെ സ്നേഹിച്ച സ്വഹാബത്തിൽ എത്ര ആളുകൾ പ്രിയപ്പെട്ടവർ ഇത് ആഘോഷിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ആഘോഷത്തിൽ ഒരു മുസ്ലിമിനെ എങ്ങനെ ആ ആഘോഷത്തിന്റെ ദിവസം എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊണ്ടാടുമ്പോൾ അതിൽ സഹകരിക്കാൻ സാധിക്കും? അതിന്റെ ഭക്ഷണ പദാർത്ഥങ്ങൾ വാങ്ങി തിന്നാൻ പറ്റും. അതിനെ എങ്ങനെ നമ്മുടെ മക്കൾക്ക് തീറ്റിക്കാൻ നമുക്ക് സാധിക്കും? ഒരു വിഷമുള്ള വളരെ അപകടം പിടിച്ച ഒരു ഭക്ഷണം ഒരാൾ നമുക്ക് കൈ നീട്ടി തന്നാൽ നമ്മൾ ഭക്ഷിക്കാൻ തയ്യാറാകുമോ? നമ്മുടെ മക്കൾക്ക് അത് നമ്മൾ ഭക്ഷിപ്പിക്കുമോ? അത് സാരില്ല, അത് പ്രശ്നമല്ല, അത് ഭക്ഷണമല്ല എന്ന് പറഞ്ഞ് അതിനെ തിന്നാൻ നമ്മൾ തയ്യാറാകുമോ? പ്രിയപ്പെട്ടവര്, നമ്മൾ ഒരിക്കലും തയ്യാറാകില്ല. നമ്മൾ ബുദ്ധിയുള്ളവരാണ്, ബോധമുള്ളവരാണ്. എന്നാൽ ഇതും അത്തരത്തിലുള്ള അള്ളാഹു ഇഷ്ടപ്പെടാത്ത മാർഗത്തിലുള്ള ഒരു ഭക്ഷണമാണ്. അത് ഓണത്തിന്റെ സദ്യയായാലും ഇസ്ലാമിക ആഘോഷം എന്ന് പറഞ്ഞ് ചമഞ്ഞ ആ രൂപത്തിൽ ഓമന പേരിട്ട് നടത്തുന്ന നബിദിനത്തിന്റെ ഭക്ഷണമായാലും എന്തൊക്കെയായാലും ഇസ്ലാം പഠിപ്പിച്ച 2 ആഘോഷങ്ങൾ, വലിയ പെരുന്നാൾ, ചെറിയ പെരുന്നാൾ, ഇതല്ലാത്ത 3 ആഘോഷത്തിന്റെ ദിവസം ഉണ്ടാക്കുന്ന ഈ ഭക്ഷണത്തിൽ നമ്മൾക്ക് സഹകരിക്കാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ. അതിലൊരു നിലപാട് ഉണ്ടാകണമെന്നാണ് പറഞ്ഞു വരുന്നത്. അതിലൊരു അഡ്ജസ്റ്റ്മെന്റ് ഭക്ഷണമല്ല എന്ന് പറഞ്ഞ ഒരു ലാഘവത്തോടുകൂടി കാണുന്ന സ്വഭാവം വിശ്വാസികൾക്കുണ്ടാകാൻ പാടില്ല. മറിച്ച് വിശ്വാസിയുടെ നിലപാട് അള്ളാഹു കൃത്യമായി പഠിപ്പിച്ചു. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുൽ ഖിയറത്തു മിൻ അംരിഹി. അള്ളാഹു പറഞ്ഞു, ഒരു മുസ്ലിമായ യഥാർത്ഥ വിശ്വാസിയായ ഒരു ആണിനാവട്ടെ പെണ്ണിനാവട്ടെ, അള്ളാഹു ഒരു കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പാടുള്ളതാണ്, ഇത് പാടില്ലാത്തതാണ്, ഇത് ചെയ്യരുത്, ഇത് ചെയ്യണം, ഒരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു റസൂൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്ന പണി മാത്രമാണ് നമുക്കുള്ളത്. അത് ഉറപ്പായി കഴിഞ്ഞാൽ ഇന്ന വിഷയത്തിൽ അള്ളാഹു ഇതാണ് പറഞ്ഞിട്ടുള്ളത്, ഇന്ന വിഷയത്തിൽ അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഒരു സ്വാതന്ത്ര്യമില്ല എന്നാണ്. പിന്നെ നമ്മുടെ വക ഒരു അഭിപ്രായം പറയാനോ നമ്മുടെ വക ഒരു നിലപാടെടുക്കാനോ ഒരു തീരുമാനത്തിലെത്താനോ ഒരു അനുവാദവും ഇല്ല എന്നാണ്. അങ്ങനെ അതിനെതിരായി കൊണ്ടൊരു അഭിപ്രായം എടുത്തു അള്ളാഹുവിനെ ധിക്കരിച്ചാൽ അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിച്ചാൽ അവൻ വ്യക്തമായ നിലയിൽ വഴികേടിലാണെന്നാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തിയത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇത്തരം വിഷയങ്ങളിൽ, ഇങ്ങനെയുള്ള ആഘോഷങ്ങളിൽ, അനാചാരങ്ങളിൽ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ കൃത്യമായ ഒരു നിലപാട് ബോധ്യപ്പെടുത്തണം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസികളാവുക. അങ്ങനെയുള്ള വിശ്വാസികളായി ജീവിച്ചാൽ മാത്രമേ റാഹത്തായ ഒരു മരണം നമുക്ക് ലഭിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.